പ്രതിഷേധത്തിന്റെ ഇരകളാണ് അതിരപ്പള്ളി മലക്കപ്പാറയിലെ വീരൻകുടിയിലെ ആദിവാസികൾ. മഴക്കാലമായാൽ മലക്കപ്പാറയിലെ ക്യാമ്പിൽ കഴിയണം. മഴ മാറി വീരൻകുടിയിലെത്തി ജീവിതം വീണ്ടെടുക്കുമ്പോഴേക്കും അടുത്ത മഴക്കാലമെത്തും. ദുരിതത്തിൽ നിന്നാണ് വീരൻകുടിക്കാർ സമരം തുടങ്ങിയത്. എന്നാൽ അവർ കെട്ടിയ കുടിൽ പൊളിച്ചു മാറ്റിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഊര് മൂപ്പനെ തന്നെ മർദ്ദിച്ചു. മർദ്ദനമേറ്റ മൂപ്പൻ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതെന്ത് നീതി എന്നതാണ് വീരൻകുടിക്കാരുടെ ചോദ്യം. അധികാരവർഗത്തിന്റെ കേട്ടുമടുത്ത ഉറപ്പിൽ നിന്നാണ് വീരാൻകുടിക്കാർ സമരം തുടങ്ങുന്നത്. വെയിലേറ്റും മഞ്ഞേറ്റും പാറപ്പുറത്തന്തിയുറങ്ങിയും ആ സമരങ്ങൾ ദിവസങ്ങളോളം മുന്നോട്ടു പോയി. കാടിനെയും കാട്ടുമക്കളെയും കാക്കേണ്ട വനപാലകർ തന്നെ ആ സമരത്തെ തകർക്കാൻ മുന്നിട്ടിറങ്ങി. ഒടുവിൽ ആ മണ്ണിൽ നിന്നും വീരാൻകുടിക്കാരെ ആട്ടിയോടിച്ചു. 2018 പ്രളയത്തിൽ വീരൻകുടിയൂരിന്റെ ഇരുവശവും തകർന്നിരുന്നു. ഭൂമി വാസയോഗ്യമല്ലാതായതോടെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതോടെ കഴിഞ്ഞ 18-ന് മലക്കപ്പാറയിൽ വനഭൂമി കയ്യേറി 7 കുടുംബങ്ങൾ കുടിൽ കെട്ടാൻ ശ്രമിച്ചു. വനംവകുപ്പിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ കെട്ടിയ 3 കുടിലുകൾ ഇന്നലെ വൈകിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചു മാറ്റുകയായിരുന്നു. ഇതിനിടെ ഊരുമൂപ്പൻ വീരന് മർദ്ദനമേറ്റു എന്നാണ് പരാതി. കാലിനും മുഖത്തും മർദ്ദനമേറ്റ മൂപ്പൻ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വന്നവർ തല്ലി, തലയിമേലെ തല്ലി, കാലിൽ ചവിട്ടി, അവരെ വടിവെച്ച് തല്ലി. ഇത്രയും വയ്യാതായിരിക്കണ ആൾക്കാർ ഇത് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ എന്തോരം പറഞ്ഞാൽ ഇത് അമ്മയ്ക്ക് വയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളത് കൊണ്ട് നോക്കുന്നത്. അവർ 2 പേര്, ഞാനങ്ങളാടി 3 പേരുണ്ട്, 3 പേരും നോക്കുന്നില്ല. അത്രയും അവസ്ഥയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ എന്തോരം പറഞ്ഞാൽ ഇത് ചെയ്യേണ്ട കേട്ടോ, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. എന്നാലും ചെയ്ത് ഊരുമുപ്പനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് CPIM പെരുമുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മന്ത്രിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ആക്രമണം അഴിച്ചുവിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കണം, അവരെ ജയിലിലടയ്ക്കണം, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. മാത്രമല്ല, ഇവരുടെ ഭൂമിയുടെയും കിടപ്പിടത്തിൻ്റെയും പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള തീരുമാനം നിർബന്ധമായി ഉണ്ടാകണം. അതുണ്ടാകുന്നത് വരെ CPM എന്ന നിലയിൽ ഞങ്ങൾ ഇവർക്കൊപ്പം ഉണ്ടാകും, അചഞ്ചലമായി ഉണ്ടാകും. സംഭവത്തിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ വനം മന്ത്രി നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സുരക്ഷിതമായി അന്തിയുറങ്ങാനൊരിടം, അതുമാത്രമാണ് വീരൻകുടിക്കാരുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് ഈ പാറപ്പുറത്തെ സഹന സമരം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.